Good evening, all of you. This is Naveen Kumar. A man without a goal is like a ship without a radar. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കൃത്യമായ ഒരു ഗോള് അല്ലെങ്കിൽ കൃത്യമായ ഒരു ലക്ഷ്യസ്ഥാനം ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാതെ പുറപ്പെട്ട് യാത്ര ചെയ്യുന്ന ഒരു കപ്പലിനെ പോലെയാണ്. കൃത്യമായ ഒരു ദിശാസൂചികയില്ലാത്ത ഒരു കപ്പലിന്റെ അവസ്ഥയാണ് എ മാൻ വിത്തൗട്ട് എ ഗോളിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യരായതുകൊണ്ട് ജീവിതത്തിൽ കൃത്യമായ ചില ഗോളുകൾ, എവിടെയാണ് നമുക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ള കൃത്യമായ ചില ഗോളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഗോൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അവന്റെ ഉറക്കം കെടുത്തുന്നതും രാവിലെ അവനെ കിടക്കപ്പായിൽ നിന്നും ചാടി എണീപ്പിക്കുന്നതുമായ അത്ര കണ്ട് ശക്തമായ ഒന്നിനെയാണ് ഗോൾ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത്. എ മാൻ വിത്തൗട്ട് എ ഡ്രീം ഈസ് ലൈക്ക് എ ഡെഡ് മാൻ എന്നാണ് മഹാനായ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞിരിക്കുന്നത്. സ്വപ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ മൃതശരീരത്തിന് തുല്യനാണ്. ആ സ്വപ്നങ്ങളെ തന്നെ കൃത്യമായ ഡെഡ് ലൈൻസ് വെച്ചുകൊണ്ട് കൃത്യസമയത്തിനുള്ളിൽ നേടിയെടുക്കണം, എങ്ങനെ നേടിയെടുക്കണം എന്നുള്ളവയ്ക്കൂടി ഉത്തരം കണ്ടെത്തിയാൽ ആ സ്വപ്നം ഒരു ഗോളായി മാറുകയാണ്. ഒരു ഗോള് ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ ഈ റോഡുമായി ബന്ധപ്പെടുത്തി നമുക്കൊന്ന് സംസാരിക്കുകയാണെങ്കിൽ, ഒരിക്കലും ഒരു വ്യക്തി അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു റോഡിലൂടെ നടന്നു വരികയാണ്. അങ്ങനെ നടന്ന് അദ്ദേഹം റോഡിലൂടെ വന്ന് ഒരു പർട്ടിക്കുലർ ജംഗ്ഷൻ എത്തി. ആ ജംഗ്ഷൻ എത്തിയ സമയത്ത് അദ്ദേഹത്തിന് ഒരു 4 കൂടിയ ജംഗ്ഷനാണ് എത്തിയിരിക്കുന്നത്. ആ സമയത്ത് അവിടെ നിൽക്കുന്ന പ്രായമായ ആളോട് ഇദ്ദേഹം ചോദിച്ചു, എനിക്ക് ഇനി ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടത്? ഉടനെ പ്രായമായ ആൾ ചോദിച്ചു, താങ്കൾക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത്? അപ്പോൾ ആള് പറഞ്ഞു, എനിക്ക് കൃത്യമായി എവിടെയെങ്കിലും എത്തിച്ചേരണമെന്നൊന്നുമില്ല, പക്ഷെ ഇതിൽ ഏത് വഴി കൂടെ ഞാൻ പോകണമെന്ന്. ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, കൃത്യമായി എവിടെയാണ് താങ്കൾക്ക് എത്തിച്ചേരേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഇതിൽ ഏത് വഴി വേണമെങ്കിൽ താങ്കൾക്ക് പോകാം, താങ്കൾക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചേരാം, കാരണം കൃത്യമായി ഒരിടത്ത് എത്തണമെന്ന് താങ്കൾക്ക് ആഗ്രഹമില്ല. നമ്മൾ മനുഷ്യരും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഒരു ലക്ഷ്യമില്ലാത്ത രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾക്ക് കൃത്യമായി പോകാൻ സാധിക്കുന്ന വഴികൾ ഒരു പക്ഷേ മുന്നിൽ ഉണ്ടായേക്കാം, പക്ഷേ ആ വഴികൾ നമ്മൾ സ്വീകരിക്കണം എന്നില്ല. കൃത്യമായ ഗോളില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴായി ജീവിതത്തിൽ വന്നേക്കാം, പക്ഷേ ആ കാര്യങ്ങൾ കൃത്യമായി ഏത് ലക്ഷ്യസ്ഥാനത്തേക്കാണ് പോകേണ്ടത് എന്നറിയാത്തത് കൊണ്ട് സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. ആയതുകൊണ്ട് തന്നെ ഒരു ഗോൾ, ഡിസൈഡ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ വേണ്ടതെന്ന് കൃത്യമായ രീതിയിൽ തീരുമാനിക്കുക എന്നുള്ളതാണ് ഒരു ഗോളിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്. കൃത്യമായ രീതിയിൽ ഡിസൈഡ് ചെയ്തതിനു ശേഷം നമ്മൾ ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നേടിയെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു 50 കാര്യങ്ങളുടെ പട്ടിക അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ടത്. മൂന്നാമതായി, ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിസ്റ്റിനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഏറ്റവും അപ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന രീതിയിൽ 1 തൊട്ട് 50 വരെ റാങ്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ ഒരു 50 കാര്യങ്ങൾ കിട്ടിയാൽ പിന്നീട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും വരുന്നത് അതൊക്കെ നമുക്ക് പെറുക്കിയെടുക്കാനും അത് വെച്ച് നമ്മുടെ ലക്ഷ്യം കൂടുതൽ കരുത്തുറ്റമാക്കി മാറ്റാനും നമുക്ക് സാധിക്കും. ആ രീതിയിൽ നമ്മൾ കൃത്യമായ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് ശേഷം അതിനകത്തു നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള സെലക്ട് ചെയ്യുക. ഈ 10 കാര്യങ്ങൾക്ക് മേൽ ഓരോ ദിവസവും എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആക്ഷൻ പ്ലാൻ കൂടെ തയ്യാറാക്കി ഇന്ന് മുതൽ നമ്മൾ ആക്ഷൻ എടുത്തു തുടങ്ങുക. കൃത്യമായ രീതിയിൽ ഗോളുകൾ ഉണ്ടാവാനും ആ ഗോളുകൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും, ഐഡന്റിഫൈ ചെയ്ത ഗോളുകളിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നേടിയെടുക്കേണ്ടതെന്ന് കണ്ടെത്താനും അവയിൽ ഓരോന്നായി അച്ചീവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ ലക്ഷ്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസകൊണ്ട് നിർത്തുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ ലിസണിംഗ് ടു ദ ട്രെയിനിങ് വീഡിയോ. NK signing off.